വിപിടിന്റെയാണ് അതിന്റെ തോല് കളയാം. എന്നിട്ടൊരു അഭിപ്രായം പറയാം. എടുക്കും എല്ലാവർക്കും നോക്കാം. ഈ നമ്മള് സാറിന് ഇത് കഴിച്ചിട്ടില്ല, ഇതിന്റെ ടേസ്റ്റ് അറിഞ്ഞുകൂടാ, എങ്ങനെ കഴിക്കണമെന്ന് പറഞ്ഞാൽ അത് കാരണം ഞങ്ങൾ അത് കാരണം നമ്മൾ മേടിച്ച് വെച്ചിട്ടുമില്ല. അത് കാരണം അബിയു ഇവിടെ ഈ നമ്മൾ ചെന്നപ്പോ അവര് മേടിക്കണമെന്നൊക്കെ പറഞ്ഞു. ഇതെന്താ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാരണം നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ഇതിന് ഒന്ന് പറിച്ചു നോക്കൂ. ഓക്കെ, ഇതാണ് അബിയു, ഇങ്ങനെ പഴുത്തിരിക്കും. അതെ, അപ്പൊ ഈ ലെവലാവുമ്പോ ഇത്രയും ഇതിനകത്ത് ഉണ്ടാവും. നിറച്ച് കായാണ് അതിന്റെ മുകളിൽ. കണ്ട, ഇത് നല്ല, ഇതെങ്ങനെ ഇപ്പൊ കഴിക്കാം. മാലയിൽ നീട്ടിന് മധുരം ഇല്ല. നല്ല മധുരമുണ്ട്. അത് ശരി, ഇത് ചുമ്മാ ഇങ്ങനെ തന്നെ കഴിക്കാമല്ലോ നമുക്ക്. അത് ശരി, ഒരു പീസ് കൊണ്ട് എടുത്ത് കഴിക്കട്ടോ. അതെ അതെ, ഇപ്പോഴല്ലേ പുഴി കിട്ടിയത്. അപ്പൊ ഇത് ഇത്രയും പഴുത്തിട്ടേ നമുക്ക് പറിക്കാം. അതെ അതെ, പഴുത്ത് പറിക്കണം. എന്തായാലും നമ്മുടെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ജോർജ് പി എബ്രാഹിം യൂറോളജി സർജനാണ്. അദ്ദേഹം കുർമാൽ കുന്നിലായൂർജാക്ക് ഫാമിലി 2ാം തവണയാണ് വരുന്നത്. അപ്പൊ അബിയു പഴം തോട്ടത്തിന്ന് ആ പ്ലാന്റിൽ നിന്ന് പറിച്ച് കഴിച്ച് രുചി അദ്ദേഹം വെളിപ്പെടുത്തി. അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ, ഒന്ന് പേര് എങ്ങനെയാ ഡോക്ടർ? ഡാറ്റ്സൺ ജോർജ്. അദ്ദേഹവും യൂറോളജി സർജൻ തന്നെയാണ്. അപ്പോൾ രണ്ടുപേരും ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ വളരെ പ്രഗത്ഭരാണ്. ഒരു അപ്പനും മകനും ഇത്രയും വലിയ സീനിയർ ഡോക്ടേഴ്സ്, 3400ഓളം കിഡ്നി പ്ലാന്റേഷൻ എന്താ പറയാ, കിഡ്നി സർജറി കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്തിയ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ചൊരു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. 3400 എന്ന് പറഞ്ഞ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണമെങ്കിൽ 6 മണിക്കൂർ ആണ് നിൽക്കേണ്ടത്, നിന്ന് ചെയ്യണം സർജറി. അപ്പൊ 6 മണിക്കൂർ നിന്നാൽ 20,400 മണിക്കൂർ വരും. ആ 20,400 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 850 ദിവസം വരും. അപ്പൊ ഒരാളുടെ ജീവിതത്തിൽ 74 വയസ്സും 5 മാസം ജീവിക്കുന്ന ഒരു മലയാളി 850 ദിവസം നിന്നു എന്ന് പറഞ്ഞാൽ എത്ര വർഷം എന്നുള്ളത് നിങ്ങളൊന്ന് കണക്കാക്കുക. അപ്പൊ അദ്ദേഹം ഡോക്ടർ ചെയ്ത സേവനത്തിന് പ്രത്യേകം നന്ദി. പക്ഷെ ഡോക്ടർ ഒരു വാക്കുകൂടി നമുക്ക് ശ്രമിക്കാം. ഈ വർഗീസ് തെറേനെ കൃത്യം നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വർഗീസ് തെറനെ ഞാൻ മനസ്സിലാക്കി വെച്ചതും പരിചയപ്പെട്ടതും ബഹുമാനപ്പെട്ട ചെറമേലച്ഛൻ, ഈ ഡേവിസ് ചെറമേലച്ഛനെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം അച്ഛൻ ഒരു കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയിട്ടുണ്ട്. അച്ഛന്റെ പല ആക്ടിവിറ്റീസിനു വേണ്ടി അച്ഛൻ എന്നെ വിളിക്കാറുണ്ട്. അവിടെ വരുമ്പോ അച്ഛന്റെ ഏറ്റവും വലിയ സപ്പോർട്ടാണ് ഒന്ന് വർഗീസ് തെറയനും പിന്നെ നമ്മുടെ പ്രിൻസ്, അങ്ങനെയുള്ള നല്ല സ്ട്രോങ് പില്ലേഴ്സ് ഉണ്ട്. ഈ തൃശ്ശൂരിലെ വലിയ സ്ട്രോങ് പില്ലേഴ്സ്, അവരാണ് അച്ഛന്റെ നട്ടല്. അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് അച്ഛൻ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തു. അതിപ്പോ ഒരുപാട് പേഷ്യൻസിന് സപ്പോർട്ട് കൊടുക്കുന്നു, ഡയാലിസ് ചെയ്യാൻ പോകുന്നു, ട്രാൻസ്പ്ലാന്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്നു. അതിന്റെ എല്ലാം പുറകിലുള്ള ഒരു മേജർ സപ്പോർട്ടാണ് വർഗീസ് തെറ. ഈ വർഗീസ് തെറ പരിചയപ്പെട്ട ഒരു 3 വർഷം മുമ്പ് ഞങ്ങൾ ഇവിടെ വന്ന് ഈ ആയുർ ജാക്ക് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ ഒരിക്കൽ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. വലിയൊരു ജാക്ക് ഫ്രൂട്ട് ഫാം തന്നെ തുടങ്ങിയിരിക്കുക. അതില് പ്ലാവുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നല്ല സയന്റിഫിക് ആയിട്ട് നല്ല പ്രോപ്പറായിട്ട് അത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വരുന്ന ജാക്ക് ഫ്രൂട്ടുകൾ ഞങ്ങൾ കഴിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നിട്ട് രസം എന്താ, ടേസ്റ്റ് എന്താ, എത്ര ഭംഗിയായിട്ട് കഴിക്കാം. അദ്ദേഹം അത് കണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് ഞങ്ങൾ കൺവിൻസ്ഡ് ആയി. അത് കാരണം ഞങ്ങൾ കുറച്ച് തൈകളും മേടിച്ചുണ്ടായി, അത് വെച്ചു, അതിൽ നിന്ന് ഫലങ്ങളുണ്ടായി. വി ആർ എൻജോയിങ് ദാറ്റ്. അങ്ങനെ വന്നപ്പോ വീണ്ടും ഒന്നുകൂടെ സന്ദർശിക്കണമെന്ന് തോന്നി. ഇവിടെ വന്നപ്പോ ചില പുതിയ ഇനങ്ങളെല്ലാം കാണിച്ചു തന്നു. ആദ്യമായിട്ട് അബിയു എന്ന് പറയുന്ന ഇതിനെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത് കഴിച്ചു നോക്കിയപ്പോൾ അതിന്റെ ടേസ്റ്റ്, സുഖവും രസവും മനസ്സിലാക്കിയത്. അദ്ദേഹം കഴിച്ചു, ഞങ്ങൾ ബോധ്യപ്പെട്ടു. അതിന് വളരെയേറെ നന്ദിയുണ്ട്. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻ ഫോർ യുവർ ഈ ഹാർഡ് വർക്ക് ആൻഡ് യുവർ സയന്റിഫിക് റിസർച്ച് ടു ഡെവലപ്പ് ദിസ് ഫാം ഇൻടു എ നാഷണൽ ഇന്റർനാഷണൽ ലെവൽ. ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത് ഫ്രൂട്ട്സ് എല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്രയും വലിയൊരു മഹത്തായ പേഴ്സണാലിറ്റിയുടെ അടുക്ക വരാൻ സാധിച്ചതും അതിന് പ്രത്യേകം നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്.